ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികഞ്ഞു. വലിയ രീതിയിൽ ഒരുപാട് പേര് ബർത്ത്ഡേ ഒക്കെ വിഷസൊക്കെ നേരുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ആഘോഷമോ പ്രത്യേക പരിപാടിയൊന്നുമില്ല, ഒരു സാധാരണ ദിവസം പോലെയാണ് അദ്ദേഹം. സാർ എങ്ങനെയാണെന്ന്? അദ്ദേഹത്തിന് ഇന്നും റാലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പ്രസംഗമൊക്കെ ഉണ്ട്. കർമ്മയോഗിയാണ്. ആ കർമ്മയോഗിക്ക് ജന്മദിന ആശംസകൾ നമുക്ക് നേരാം. അതെ, ABCയുടെ വകയായിട്ടും ജന്മദിനാശംസകൾ. നമ്മള് മോദി ജ്യോതി പുഞ്ച് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഋഷിയോടുള്ള കടം എന്ന് പറഞ്ഞൊരു കവിതയും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഋഷിയായിട്ട് കാണുന്ന അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ പറ്റിയിട്ടാണ് അത്. അപ്പോൾ ലക്ഷ്മൺ റാവു ഇനാംദാർ ആണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിനെയും രാഷ്ട്രീയ ജീവിതത്തിനെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് എന്നും മോദി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നരേന്ദ്രമോദി എ പൊളിറ്റിക്കൽ ബയോഗ്രഫി എന്ന് പറഞ്ഞ പുസ്തകത്തിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മൺ റാവു ഇനാംദാറിനെ മോദി സ്വന്തം ഗ്രാമത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കണ്ടു തുടങ്ങിയതാണ്. അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിൽ നിന്ന് RSS പ്രചാരകനായിട്ട് ഗുജറാത്തിലേക്ക് അയച്ചതാണ് ലക്ഷ്മൺ റാവു ഇനാംദാറിനെ. 25-ാമത്തെ വയസ്സിൽ ലക്ഷ്മൺ റാവു ഇനാംദാർ ഗുജറാത്തിലെത്തി. എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ RSS കെട്ടിപ്പടുക്കുന്ന ആദ്യകാല നേതാക്കളിൽ ഒരാളാണ് ഈ ഇനാംദാർ. അപ്പോൾ പുനെയിൽ നിന്ന് 130 കിലോമീറ്റർ തെക്ക് ഗത്താവ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്, ഇനാംദാർ ജനിച്ചത്. അത് കഴിഞ്ഞ് RSS അദ്ദേഹത്തിനെ നിയോഗിച്ച ശേഷം ഗുജറാത്ത് കർമ്മഭൂമിയാവുകയാണ് ചെയ്തത്. 1917 സെപ്റ്റംബർ 19 ആണ് ജനിച്ചത്. അദ്ദേഹമാണ് ഈ മോദിയെ നമ്മൾ ഈ കാണുന്ന രീതിയിൽ വാർത്തെടുത്തതെന്ന് മോദി തന്നെ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മൻ കി ബാത്തിൻ്റെ 100-ാമത്തെ എപ്പിസോഡിലും അദ്ദേഹം ഇനാംദാറിനെ പറ്റി അനുസ്മരിച്ചിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ പ്രചോദനം കൊണ്ടാണ് ഇങ്ങനെ ഈ മൻ കി ബാത്ത് തന്നെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരിലൊക്കെ നമ്മുടെ ശത്രുവിൽ പോലും നന്മയുടെ കുറേ അംശങ്ങൾ ഉണ്ടാവും, അത് കാണുക എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് എന്നെ നയിക്കുന്നതെന്ന് 100-ാമത്തെ എപ്പിസോഡിൽ മോദി പറഞ്ഞിരുന്നു. ഈ ഗുജറാത്തിലെ വേറെയും നേതാക്കളെ ഇദ്ദേഹം തന്നെ പരിചയപ്പെടുത്തിയതാണ്. ചിമൻ ഭായ് ശുക്ല, അരവിന്ദ് ഭായ് മണിയാർ, വസന്തറാവു ഗഗേന്ദ്ര ഗാഡ്കർ, കേശുഭായ് പട്ടേൽ. കേശുഭായ് പട്ടേലിനൊക്കെ ശേഷമാണല്ലോ മോദി വരുന്നത്. മോദി തന്നെ വിജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ശത്രുസ്ഥാനത്ത് നിർത്താവുന്ന കേശുഭായ് പട്ടേലിൻ്റെ വിജയാഘോഷത്തിന് പകരം, വിജയപ്പിട ഓഫീസിൽ പടക്കം പൊട്ടിക്കുന്നതിന് പകരം കേശുഭായ് പട്ടേലിൻ്റെ വീട്ടിലേക്കാണ് മോദി പോയത് ആദ്യത്തെ വിജയത്തിന് ശേഷം, അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ. അപ്പോൾ ഈ വലിയ സഹകാരി ആയിരുന്നു ഇദ്ദേഹം ഇനാംദാർ. രാജ്കോട്ടിലെ സഹകാരി ബാങ്ക് അത് സ്ഥാപിച്ചത്, പൂനെയിലെ ജനതാ സഹകാരി ബാങ്ക്, ഇങ്ങനെ ധാരാളം സഹകരണ ബാങ്കുകൾ അദ്ദേഹമാണ് തുടക്കമിട്ടത്. ഇതൊന്നും കരുവന്നൂർ ബാങ്ക് പോലെ മനുഷ്യരെ വെറുപ്പിച്ചിട്ടില്ല, നശിച്ചിട്ടുമില്ല. വക്കീൽ സാഹബ് എന്നാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം ലോയറാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്യാനൊന്നും പോയില്ല. RSSൽ പൂർണ്ണ സ്വയം സേവകമായിട്ട് മുഴുകുകയാണ് ചെയ്തത്. അപ്പോൾ മോദി കുട്ടിയായിരിക്കെ മെഹ്സാനയിലെ വാദ്ഗർ അവിടെയാണ് മോദി കാണുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ഹൃദയത്തെ സ്പർശിച്ചു അദ്ദേഹം എന്ന് മോദി പറഞ്ഞിട്ടുണ്ട്. ഒരു പിതൃസ്വരൂപം മോദി അദ്ദേഹത്തിൽ കാണുകയുണ്ടായി. ഈ മോദി വളരുന്നതോടുകൂടി പിന്നെ ഇനാംദാറിനെ കാണുന്നതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഈ ഹെഡ്ഗേവാർ ഭവൻ, RSSൻ്റെ ആസ്ഥാനം അഹമ്മദാബാദ്, തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് മറ്റേ ഗുജറാത്തിലേക്ക് പോകുമ്പോഴും ഹെഡ്ഗേവാർ ഭവനിൽ ഇനാംദാറിനെ കാണുകയുണ്ടായി. പക്ഷെ ഡൽഹിയിൽ അടിയന്തരാവസ്ഥ കാലം മുതൽ ഡൽഹി ആയിരുന്നു മോദിയുടെ പ്രവർത്തന കേന്ദ്രം. 1972 പഠിക്കാനായിട്ട് മോദിയെ കോളേജിലേക്ക് അയച്ചത് ഇനാംദാറാണ്. അത് കഴിഞ്ഞ് ഡൽഹിയിൽ അയക്കുന്നതും ഇനാംദാറാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ
ലഘുലേഖകൾ വിതരണം ചെയ്യാനാണ് മോദിയെ ഡൽഹിയിലേക്ക് അയക്കുന്നത്. അന്ന് മോദിക്ക് വേറൊരു ജോലിയും കിട്ടി. അതെന്താന്ന് വെച്ചാൽ ജോർജ് ഫെർണാണ്ടസ് ഉണ്ടല്ലോ, അടിയന്തരാവസ്ഥക്കെതിരെ സമരമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജോർജ് ഫെർണാണ്ടസിനെ സുരക്ഷിതമായി ഓരോ വീടുകളിൽ ഒളിവിൽ പാർപ്പിക്കുന്ന ജോലി മോദിക്കായിരുന്നു. ആ സമയത്ത് മോദി ഈ ടർബനൊക്കെ കെട്ടി ഒരു സിഖുകാരനായിട്ടാണ്, സിംഗ് എന്ന് പേരൊക്കെ ഇട്ടാണ് നടന്നിരുന്നത്. ടർബനൊക്കെ കെട്ടിയാണ് നടന്നുകൊണ്ടിരുന്നത് ഫെർണാണ്ടസിനെ. അത് കഴിഞ്ഞ് ഗുജറാത്തിൽ തിരിച്ചെത്തിയിട്ട് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഇനാംദാർ തന്നെ ഇദ്ദേഹത്തിനെ ആർ എസ് എസിലെ ജില്ലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജോഗ്രാഫിക്കൽ ഡിസ്ട്രിക്ട്സ് അല്ലല്ലോ, അവരുടേതായ പ്രവർത്തനത്തിന് വേണ്ടി ജില്ലകളായിട്ട് തിരിക്കുന്നു. അതിൽ ബറോഡ ജില്ലയുടെ വിഭാഗ് പ്രചാരക് ആയി മോദി. അത് കഴിഞ്ഞ് 1979 സംഭാഗ് പ്രചാരക്കായി. അത് ജില്ലകളപ്പോൾ കൂടുകയാണ്. നദിയാദ്, ഡാങ്, പഞ്ചമഹൽ 3 ജില്ലകൾ അതിൻ്റെ സംഭാഗ് പ്രചാരക്കായി. അപ്പോൾ 1980കളിലൊക്കെയാണ് ഇദ്ദേഹം ക്യാൻസർ വന്ന് മരിച്ചു പോകുന്നത്. അപ്പോൾ അത് വലിയ വിടവായിരുന്നു എന്ന് മോദി ഈ നരേന്ദ്രമോദി പൊളിറ്റിക്കൽ ബയോഗ്രഫിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മോദി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മക്കളെപ്പറ്റിയും അവരുടെ പിതാക്കന്മാർക്ക് വലിയ സ്വപ്നങ്ങളുണ്ടാവും. ഇങ്ങനെ മക്കൾ വളരുന്നത് കാണും, അവർ വലിയ സ്വാധീനം കൊണ്ട് വളരുന്നതും ഒക്കെ കാണും. അപ്പോൾ അങ്ങനെ അവർ വീടിന് പുറത്ത് കടന്നു വളരുന്നതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ മാറിപ്പോകുന്നത്, അകന്നു പോകുന്നത്, കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം അച്ഛനിൽ നിന്ന് അകന്നു പോകുന്നതൊക്കെ സ്നേഹം കൊണ്ട് അതിനോട് ചിലപ്പോൾ പിതാക്കന്മാർക്ക് വിയോജിപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ പിതാവിന് പകരമായിട്ട് ഞാൻ വക്കീൽ സാഹിബിനെയാണ് കണ്ടത്. അങ്ങനെ ഞാൻ വീട് വിട്ടത് എൻ്റെ അച്ഛനിൽ വലിയ മുറിപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം വീട് വിട്ട് RSS തന്നെ കുടുംബമായിട്ട് മോദി പോവുകയാണ്. വക്കീൽ സാഹിബിനെ പിതാവായിട്ട് കണ്ടിട്ടാണ് പോകുന്നത്, ഇനാംദാറിനെ. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 80കളിൽ ക്യാൻസർ വന്ന് അദ്ദേഹം മരിച്ചുപോയ ശേഷം വലിയൊരു വിടവ് വന്നു. പിന്നൊരു പല പ്രശ്നങ്ങൾ വരുമ്പോഴും അദ്ദേഹമാണ് സഹായിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൽഹിയിൽ പോയിട്ട് 1968 വിവാഹത്തിനായിരുന്നല്ലോ മോദി, അതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു വിവാഹ ജീവിതം, ദാമ്പത്യമൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് ഇനാംദാർ വീണ്ടും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. തിരിച്ച് ഗുജറാത്തിലെത്തുമ്പോഴും ഭാര്യ കാത്തു നിൽക്കുകയാണ് മോദിയെ. ചെറുപ്പത്തിലല്ലേ ബാല്യവിവാഹം എന്നൊക്കെ പറയുന്ന പോലെ നടക്കുന്നതാണ്. അപ്പോൾ മോദി ഈ അഹമ്മദാബാദിലേക്ക് മടങ്ങി ദാമ്പത്യം വേണ്ടാന്ന് വെച്ച് ഹെഡ്ഗേ ഭവനിൽ RSS ആസ്ഥാനത്ത് കാര്യാലയത്തിൽ സ്ഥിരതാമസമായി. അപ്പോൾ ഇദ്ദേഹവും അവിടെ ഉണ്ട്. 1972 മോദിയെ ഇനാംദാർ പൂർണ്ണസമയ സ്വയം സേവകനാക്കി. ആ സമയത്താണ് ഈ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്നത് മോദി. അപ്പോൾ പ്രശ്നമുണ്ടാകുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിനെയാണ് തേടി ചെന്നിരുന്നത്. ഇപ്പോൾ ഞാൻ ചിന്തയിൽ ഓട്ടോ പൈലറ്റ് ആണ് സ്വീകരിക്കുന്നത് എന്ന് മോദി ഈ പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ രചയിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ 2023 മൻ കി ബാത്തിൻ്റെ 100ാമത്തെ എപ്പിസോഡിലാണ് ഇദ്ദേഹത്തിനെ ഓർമ്മിച്ചത്. അപ്പം മോദി പറഞ്ഞു, മറ്റുള്ളവരിൽ നന്മയെ ആരാധിക്കാനാണ് അദ്ദേഹം പഠിപ്പിച്ചത്. നമ്മൾ അത് മാത്രം എടുത്താൽ മതി അവരിൽ നിന്ന്, അതാണ് പ്രചോദനം. കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ മോദിയുടെ ഗുരു ഇനാംദാർ വന്നിട്ടുണ്ട്. മങ്കൊമ്പിലെ ഒരു സാധാരണ RSS യോഗത്തിൽ പങ്കെടുത്തതൊക്കെ ഇവിടുത്തെ പ്രചാരകരും സ്വയം സേവകരും ഒക്കെ വെറുതെ ഒരു ഗ്രാമത്തിലെ ഒരു RSS യോഗത്തിൽ പങ്കെടുത്തതൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ പല യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിരിക്കാൻ സാധ്യതയുണ്ട്. അത് പഴയ നേതാക്കൾക്കും പഴയ സ്വയം സേവകർക്കും ഒക്കെ
അറിവുണ്ടാവും. ഇനാംദാറിനെയും അവരോർക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഓർക്കുന്നത്. സാർ, അതിനപ്പുറത്തേക്ക് ഇപ്പം നമ്മുടെ ശത്രു എന്ന് കരുതപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് മോദിയെ വിളിച്ച് വിശ്വസ് പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യമല്ലേ? അതെ, ജന്മദിനത്തിനാണെന്ന് തോന്നിയത് കൊണ്ട് മോദിയും ഫോൺ എടുക്കുകയും മുമ്പ് പലതവണ എടുത്തില്ലല്ലോ. അതെ അതെ അതെ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മൈ ഫ്രണ്ട്, മൈ ഫ്രണ്ട് എന്നുള്ളത് ഇത്തവണയും വന്നിട്ടുണ്ട്. തിരിച്ച് മോദിയും മൈ ഫ്രണ്ട്, വളരെ സന്തോഷമാണ് അതെ എന്ന് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് യുക്രൈൻ യുദ്ധം തീർക്കാനായിട്ട് ഇന്ത്യ കൊടുക്കുന്ന ഇതിലൊക്കെ സപ്പോർട്ട് അതിനൊക്കെ, അതായത് വളരെ സോഫ്റ്റ് ആയിരുന്നു ട്രംപ് എന്ന് മോദിയും പറഞ്ഞിട്ടുണ്ട്. ഗംഭീര ചർച്ചയായിരുന്നു എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഹീ ഈസ് ഡൂയിങ് എ ട്രമൻഡസ് ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പ്രശംസിച്ചിട്ടുണ്ട്, ഗംഭീരമായിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ അനുഭവം ഉണ്ടല്ലോ ട്രംപിന്. ഇന്ത്യയെ എങ്ങനെയാണ് മോദി സ്നേഹിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. നരേന്ദ്ര താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ഓൺ എൻഡിങ് ദി വാർ ബിറ്റ്വീൻ യുക്രൈൻ ആൻഡ് റഷ്യ. നരേന്ദ്ര താങ്ക് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോദി പറഞ്ഞു, താങ്ക് യു മൈ ഫ്രണ്ട് ഫോർ യുവർ കോൾ, നിങ്ങളുടെ വിളിക്ക് നന്ദി, ഇന്ത്യ അമേരിക്ക സൗഹൃദം നന്നായി ഉയരട്ടെ എന്നും മോദി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇദ്ദേഹത്തിന് മറ്റേ ആഘോഷമൊന്നുമില്ല, പതിവ് പോലെ. മോദി അങ്ങനെയാണ് ജന്മദിനം കർമ്മയോഗി എന്നുള്ള നിലയ്ക്കാണ് കൊണ്ടാടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.